ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ഒരു എളിയ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം 17-ാം വാക്യം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. ഹിസ്കിയ രാജാവിൻ്റെ ഹൃദയത്തിൽ നന്ദി നിറഞ്ഞു നിന്നുകൊണ്ട് രാജാവ് പാടുന്ന ഒരു സ്തോത്രഗീതമാണ് ഈ വേദഭാഗം. അതിൻ്റെ 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഈ സ്തോത്രഗീതമാണ്. അതിലെ ഒരു ശ്രദ്ധേയമായ ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മുടെ ചിന്താവിഷയമായിട്ട് നാം വായിച്ചു കേട്ടത്. സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു രാജാവായിരുന്നു ഹിസ്കിയ രാജാവ്. ഇങ്ങനെ സ്തോത്രഗീതം പാടുവാനായിട്ട് രാജാവിന് ലഭിച്ച പ്രേരണ എന്താണ്? അതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. രാജാവ് യഹൂദ രാജാക്കന്മാരിൽ ഒരു പ്രമുഖനായിരുന്നു ഹിസ്കിയ രാജാവ്. ഈ ഹിസ്കിയ രാജാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 18, 19, 20 വാക്യങ്ങൾ. രണ്ടാമത്തത് 2 ദിനവൃത്താന്തം 29, 30, 31, 32 അധ്യായങ്ങൾ. മൂന്നാമത്തത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ 36, 37, 38, 39 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിലെല്ലാം ഹിസ്കിയ രാജാവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഈ ഹിസ്കിയ രാജാവ് അനേകം രാജാക്കന്മാരുടെ ചരിത്രം വളരെ ചുരുക്കമായിട്ടാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ഈ ഹിസ്കിയാവിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. മാത്രമല്ല, ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ഹിസ്കിയ രാജാവ് മറ്റുള്ള രാജാക്കന്മാരെക്കാൾ വ്യത്യസ്തനായിരുന്നു. ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില നവീകരണങ്ങൾ ആ ദേശത്ത് നടപ്പാക്കുന്നത് നാം തിരുവെഴുത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഒന്നാമത്തത് പൂജാഗിരികളെ നീക്കിക്കളയുന്നു. ദേശത്തു നിന്ന് പൂജാഗിരികളെ നീക്കിക്കളഞ്ഞു. അനേകം ദൈവത്തെ പ്രസാദിപ്പിച്ച രാജാക്കന്മാർ പോലും ദേശത്തു നിന്ന് പൂജാഗിരികളെ നീക്കിക്കളഞ്ഞില്ല. ജനം പൂജാഗിരികളിൽ ധൂപം കാട്ടിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ കാര്യം, അന്ന് ഈ ഹിസ്കിയ രാജാവ് ഭരണമേറ്റെടുക്കുന്നതിനും ഏതാണ്ട് 900 വർഷങ്ങൾക്ക് മുമ്പ് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി. അന്ന് അഗ്നിസർപ്പത്താൽ കടിയേറ്റവർ ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കും എന്ന് സ്വർഗത്തിലെ ദൈവം ഒരു അരുളപ്പാട് മോശയ്ക്ക് കൊടുത്തു. അങ്ങനെ ആ പിച്ചള സർപ്പത്തെ പിന്നീട് ഈ ദൈവജനം വിഗ്രഹാരാധനയിലേക്ക് മാറിയപ്പോൾ ഇവർ ഈ താമ്രസർപ്പത്തെ അഥവാ പിച്ചള സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങി.
അത് പിന്നീട് തുടർന്നുകൊണ്ടിരുന്നു. ഈ പരമ്പരാഗതമായ ഈ അന്ധവിശ്വാസത്തെ ഉന്മൂലനം ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഹിസ്കിയ രാജാവ് ആ പിച്ചള സർപ്പത്തെ അഥവാ നെഗുഷ്ടാൻ എന്നാണ് അവർ പേര് കൊടുത്തത് ഇസ്രായേൽ ജനം. അതിനെ പൂർണ്ണമായിട്ടും ഉടച്ചു കളയുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ ആ അന്ധവിശ്വാസത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. മൂന്നാമത്തെ കാര്യം, ആലയം ശുദ്ധീകരിച്ചു, ആരാധന യഥാസ്ഥാനപ്പെടുത്തി. നാളുകളായിട്ട് ആരാധന നഷ്ടപ്പെട്ട ദൈവജനത്തിന് വീണ്ടും ആരാധിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. നാലാമത്തെ കാര്യം, പെസഹ ആചരിക്കുന്നത് പുനഃസ്ഥാപിച്ചു. ഇതെല്ലാം നമ്മൾ ഈ തിരുവെഴുത്തിൽ വായിക്കുന്ന കാര്യമാണ്. അതുപോലെ മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും വളരെ വിഭിന്നമായി അനേകം കാര്യങ്ങൾ ഹിസ്കിയാവ് നടപ്പിലാക്കുന്നത് നാം കാണുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു രാജാവായിരുന്നു ഹിസ്കിയ രാജാവ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അശ്ശൂർ സൈന്യം അശ്ശൂർ രാജാവ് ഈ രാജാവിനെ ഭീഷണിപ്പെടുത്തുന്നതും ഒരെഴുത്ത് കൊടുത്ത് വിടുന്നതും നാം വായിക്കുന്നുണ്ട്. ഈ എഴുത്ത് ദൈവസന്നിധിയിൽ വിടർത്തിക്കൊണ്ട് ഈ ഹിസ്കിയ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു രാത്രിയും കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന് അശ്ശൂർ സൈന്യത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതായിട്ട് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. രാജാവ് വേറെ ഒന്നും ചെയ്തില്ല, ഒരു യുദ്ധത്തിനായിട്ട് ഒരുങ്ങിയില്ല, ആരോടും ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചില്ല. ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ഈ അശ്ശൂർ സൈന്യം വന്ന് നശിപ്പിക്കുവാനായിട്ട് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഒന്നും രാജാവ് വേറെ ആരോടും ചോദിച്ചില്ല. സ്വന്തമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള പരിഹാരം ദൈവസന്നിധിയിൽ നിന്ന് തന്നെ നേടി. മക്കളെ, ഇതെല്ലാം നമ്മൾ ഈ ഹിസ്കിയ രാജാവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഭരണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ രാജാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു കെടുതി വന്നു, വലിയൊരു അത്യാഹിതം വന്നു. ആ ഒരു മഹാവ്യാധി രാജാവിനെ ബാധിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിലും അതുപോലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നാം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വായിക്കുക. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. വലിയൊരു അത്യാഹിതം വന്നിരിക്കുന്നു, മഹാവ്യാധി, മരിക്കത്തക്ക രോഗമാണ് രാജാവിനെ ബാധിച്ചിരിക്കുന്നത്. പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ഈ രാജാവിന് രാജാവ് ആ വചനം പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. പ്രവാചകനോട് വേറെ ഒന്നും ചോദിച്ചില്ല. ഇതെന്താണ് എനിക്കിങ്ങനെ വന്നത്, എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയല്ലേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകനോടൊന്നും ചോദിച്ചില്ല. നേരെ ദൈവസന്നിധിയിലേക്ക് മുഖം തിരിച്ചു, ചുവരിന് നേരെ മുഖം തിരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ എന്നാണ് പറഞ്ഞത്. ആ നിമിഷം തന്നെ, ആ മാത്രയിൽ തന്നെ നേരെ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു രാജാവിനെയാണ് നാം കാണുന്നത്. മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ, ഇനി ഏറെ ദിവസങ്ങളില്ല, നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു, നീ മരിച്ചു പോകുമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു. ദൈവമക്കളെ, ജീവിതത്തിൽ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്.
വചനത്തിലൂടെ അനേകം മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. ഈ വേദപുസ്തകത്തിൽ തന്നെ അനേകം മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ മുന്നറിയിപ്പ് ഏദൻ തോട്ടത്തിൽ വച്ചാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനോട് പറഞ്ഞു, നന്മതിന്മകളുടെ ഫലം നീ തിന്നാൽ നീ മരിച്ചു പോകും, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിലതുണ്ട്. ഇതാ മരിക്കുമെന്നുള്ള ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു. മനുഷ്യൻ ആദാമും ഹവ്വായും അത് ലംഘിച്ചു. അതിൻ്റെ ഫലമായി അവർ ആത്മാവിൽ മരിച്ചുപോയി. അതുപോലെ തന്നെ 4-ാം അധ്യായം 7-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ 7-ാം വാക്യം മറ്റൊരു മുന്നറിയിപ്പായിരുന്നു. കയീന് ലഭിച്ച മുന്നറിയിപ്പ്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. പാപം വാതിക്കൽ കിടക്കുന്നു. മകനെ, നിന്റെ വാതിലിൻ്റെ വാതിക്കൽ പാപം കിടക്കുകയാണ്, പിശാച് കിടക്കുകയാണ്, ആ പാമ്പ് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അവൻ ഉള്ളിലേക്ക് കടക്കുവാനായിട്ട് തക്കം പാത്തിരിക്കുന്ന ഒരു പിശാചുണ്ട്. നീ അതിനെ കീഴടക്കണമെന്ന് കയീനോട് പറഞ്ഞു. കയീനും ആ മുന്നറിയിപ്പ് ലംഘിച്ചു. അതിൻ്റെ പരിണിത ഫലം എന്താണ്? അവൻ ശാപഗ്രസ്തനായി മാറുന്നു. അതുപോലെ തന്നെ നോഹയുടെ കാലത്ത് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. അനേകം വർഷങ്ങൾ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഇതാ വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു, വലിയൊരു ന്യായവിധി വരുന്നു, പെട്ടകത്തിലേക്ക് കടക്കുക, നിങ്ങൾ നശിക്കാതിരിക്കണമെങ്കിൽ ഈ പെട്ടകത്തിൽ പ്രവേശിക്കണമെന്ന്. അവരും അത് അവഗണിച്ചു, ആ ജനവും അവഗണിച്ചു. അനേകം മുന്നറിയിപ്പുകളെല്ലാം എണ്ണി പറയുവാനുള്ള സമയമില്ല. എന്നാൽ അനേകം മുന്നറിയിപ്പുകൾ ജനം അവഗണിച്ചു. അതുപോലെ യോനായിൽ കൂടി ഇതാ ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തു, നിനിവേയിലെ ജനത്തോട് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ആ ജനം ആ വചനം വിശ്വസിച്ചു. അത് അംഗീകരിച്ചതുകൊണ്ട് ഇതാ ആ ന്യായവിധി അവരുടെ നടുവിൽ നടന്നില്ല, അവർ രക്ഷപ്പെട്ടു. ദൈവമക്കളെ, എക്കാലത്ത് മുന്നറിയിപ്പ് നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. നമുക്ക് വചനത്തിലൂടെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് അനേകം നിത്യനാശത്തിലേക്ക് പോയി നശിക്കുകയാണ്. ദൈവമക്കളെ, ഇവിടെ ഈ രാജാവിനോട് പറഞ്ഞു, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നീ ശേഷിക്കയില്ല. രാജാവേ, നീ ഒരുങ്ങിക്കൊള്ളുക. ആ വചനം കേട്ട ആ മാത്രയിൽ തന്നെ, ആ നിമിഷം തന്നെ രാജാവ് മുഖം തിരിച്ച് ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. നമുക്കതിൻ്റെ വേദഭാഗം വായിക്കാം. അതിൻ്റെ 3-4 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ പ്രാർത്ഥിച്ചു. ആ വചനം വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ എന്ന് പറയുന്നത്. സമയം നീട്ടിവെച്ചില്ല, ഒന്നോടെ ആലോചിക്കേണ്ടി വന്നില്ല, ഒന്നോടെയും ഇത് സത്യമാണോ എന്ന് ഒരു വിചാരം വന്നില്ല. ആ സമയത്ത് തന്നെ ദൈവസന്നിധി വീണ് കരഞ്ഞു. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം അവൻ്റെ കണ്ണുനീര് കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥന കേട്ടു, കണ്ണുനീര് കണ്ടു. സ്വർഗത്തിലെ ദൈവം ഇതാ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ്. ആ സമയത്ത് തന്നെ മറുപടി ലഭിക്കുകയാണ്. ആ യെശയ്യാ പ്രവാചകൻ പോയിട്ട് മടങ്ങി വന്നിട്ട് വീണ്ടും അവനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്.
സ്വർഗത്തിലെ ദൈവം ഇതാ കണ്ണുനീര് കണ്ട് ആ രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ദൈവമക്കളെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 18-ാം വാക്യമാണ്. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അത് യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. 145-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം. മാത്രമല്ല, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവൻ്റെ കണ്ണീരൊപ്പിയെടുക്കുന്ന ഒരു നിത്യനായ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഒരു ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുക. കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കണ്ണുനീര് കാണുന്ന ഒരു ക്രിസ്തു ജീവിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നമുക്കുണ്ട്. ദൈവമക്കളെ, ആശ്വാസം അതാണ്, ആനന്ദം അതാ, ഒരു ദൈവപദൻ്റെ പ്രത്യാശ അതാണ്. പ്രശ്നങ്ങൾ വരാതിരിക്കില്ല, പ്രതികൂലങ്ങൾ വരാതിരിക്കില്ല, എന്നാൽ അതെല്ലാം കാണുന്നവനായ ഒരു ക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കും, നമുക്കതിന് പരിഹാരം തരും, നമുക്ക് അതിന്മേൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം തരുന്നു. ദൈവമക്കളെ, ഇതെല്ലാം നാം വചനത്തിൽ നാം വായിക്കുന്നു. ഇത് നാം എത്ര പേര് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദൈവമക്കളെ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത്. ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, കർത്താവേ, ഇതിൽ എന്താണ് ഇനി പരിഹാരം, ഇതിനെന്താണ് പരിഹാരം, മുമ്പോട്ടുള്ള വഴി കാണുന്നില്ലല്ലോ, എൻ്റെ കർത്താവേ, ജീവിതം ഇവിടെ അവസാനിക്കുകയാണോ, പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള വിഷയങ്ങൾ, ഭർത്താവിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ, ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി ആഞ്ഞടിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുക, ദൈവസന്നിധിയിലേക്ക് നോക്കുക, ആ കൃപാസനത്തിലേക്ക് നോക്കി കർത്താവിനെ വിളിക്കുക, ദൈവസന്നിധിയിൽ കരയുക. ദൈവമക്കളെ, പരിഹാരം അവിടെ ലഭിക്കും. പരിഹാരം അവിടെയാണ് ലഭിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിലേക്ക് നോക്കാം, ക്രിസ്തുവിൽ ചാരാം. ഇടം വലം നോക്കണ്ട, മറ്റുള്ളവരിലേക്ക് നോക്കണ്ട, സമൂഹത്തിലേക്ക് നോക്കണ്ട, ദൈവമക്കളിലേക്ക് നോക്കണ്ട, കൂട്ടായ്മയിലേക്ക് നോക്കണ്ട, ക്രിസ്തുവിലേക്ക് നോക്കുക. ഇവിടെ രാജാവ് കരഞ്ഞു. രാജാവ് കരച്ചിൽ സ്വർഗത്തിലെ ദൈവം കണ്ടു, ആ പ്രാർത്ഥന കേട്ടു. ഇതാ സ്വർഗത്തിലെ ദൈവം അപ്പോൾ അരുളി ചെയ്യുകയാണ്: ഞാൻ നിന്നെ ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുക്കുന്നു. നിന്നെ വിടുവിക്കുന്ന, നിനക്ക് സംരക്ഷണം തരാമെന്ന്, ശത്രുവിൽ നിന്ന് നിനക്ക് സംരക്ഷണം തരാമെന്ന് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം ഇതാ സ്നേഹവാനാണ്, സ്നേഹവാനായ ദൈവമാണ്. അവൻ ആരെയും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരും നശിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ഇതാ നിത്യരാജ്യത്തിൽ നാം ഓരോരുത്തരും കടന്നു ചെല്ലണം. ഇതാ നരകത്തിലേക്ക് നാം ആരും പോയി നശിക്കാൻ ഇടവരരുത്. അതിനുവേണ്ടിയാണ് വചനം തരുന്നത്. ദൈവമക്കളെ, ആദ്യം വായിച്ച 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിച്ചത്. എന്താണ് ഈ രാജാവിന് ലഭിച്ചത്? രാജാവിന് ലഭിച്ചത് എന്താണ്? ഇതാ സമാധാനം ലഭിച്ചു. രാജാവിന് കയ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് സമാധാനം ലഭിച്ചു എന്ന് മാത്രമല്ല, വീണ്ടും രാജാവ് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ വാക്യം 17-ാം വാക്യം ഒന്ന്. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു,
എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് മതി. നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നുവെന്ന്. പാപമോചനം ലഭിച്ചു, പാപമോചനം ലഭിച്ചു. റെമിഷൻ ഓഫ് സിൻസ്. ദൈവമക്കളെ, ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? പാപമോചനം. പാപമോചനം. എന്നേക്കുമായിട്ട് പാപം മോചിക്കപ്പെടുന്നു. ചെയ്തു പോയ സകല പാപങ്ങളും ക്ഷമിച്ചു കിട്ടുന്നു. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, 32-ാം സങ്കീർത്തനം 1-ാം വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമക്കളെ, ഈ ഭൂമിയിൽ സ്വത്ത് കിട്ടുന്നതോ സമ്പത്ത് കിട്ടുന്നതോ പണം കിട്ടുന്നതോ അല്ലെങ്കിൽ വലിയ കാറ് കിട്ടുന്നതോ വലിയ ജോലി കിട്ടുന്നതോ അല്ലെങ്കിൽ നല്ല കുടുംബം കിട്ടുന്നതോ ഒന്നുമല്ല ദൈവമക്കളെ ഭാഗ്യമെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഭാഗ്യവാനെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? അവൻ ചെയ്തു പോയ സകല പാപങ്ങളും ക്ഷമിച്ചു കിട്ടി എന്നുള്ള ആ വ്യക്തമായ ഉറപ്പോടെ, ആ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവമക്കളെ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? നാം വായിക്കുന്നു, എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. രക്ഷിക്കുന്ന ഒരു ദൈവം, രക്ഷയുടെ അനുഭവം കിട്ടുക, രക്ഷയുടെ ഉറപ്പ് കിട്ടുക, നിത്യജീവൻ ലഭിക്കുക, ദാനമായി നിത്യജീവൻ ലഭിക്കുക. എപ്പോൾ കടന്നുപോയാലും എനിക്ക് നിത്യജീവനിൽ എത്തിച്ചേരാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ, ആ ദൈവരാജ്യത്തിൽ എത്തിച്ചേരാമെന്നുള്ള ആ ഉറപ്പ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ നിത്യജീവൻ്റെ ഉറപ്പ് നമുക്ക് എത്ര പേർക്കുണ്ട്? നാം പറയും, ഞാൻ നിത്യജീവനിലാണ്, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെന്നെല്ലാം നാം പുറമേ പറയും. പക്ഷേ നാം എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? എൻ്റെ പ്രാണനെ എൻ്റെ യേശു രക്ഷിച്ചു, എൻ്റെ ആത്മാവിനെ രക്ഷിച്ചു, നിത്യനരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന എന്നെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി എൻ്റെ യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തീർത്തു. ആ കുരിശിന്മേൽ എല്ലാം ചെയ്തു തീർത്തിരിക്കുന്നു. ആ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ സകല പാപങ്ങളും കഴുകിത്തന്ന് നിത്യജീവൻ്റെ അവകാശിയാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പ് നമുക്ക് എത്ര പേർക്കുണ്ട് എന്ന് നാം ശാന്തമായിട്ട് ചിന്തിക്കുക. ദൈവമക്കളെ, ഇവിടെ രാജാവ് പറയുകയാണ്, നിത്യനാശക്കുഴിയിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു, എന്നെ സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം, നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. എൻ്റെ യോഗ്യതയല്ല, എൻ്റെ അർഹതയല്ല, ഞാൻ എൻ്റേതായ ഒന്നും നോക്കിയിട്ടല്ല. ഇതാ സ്നേഹത്തോടെ ആ ദൈവം എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചു. അവൻ എന്നെ ഔദാര്യമായി സ്നേഹിച്ചു. ആ മഹാസ്നേഹം, ക്രിസ്തുവിൻ്റെ മഹാസ്നേഹത്താൽ ഞാൻ ഇന്ന് നിത്യജീവൻ്റെ ഓഹരിക്കാരനാണ് എന്നുള്ള ആ ഉറപ്പ് പ്രാപിക്കുക. അത് മരണത്തിന് മുമ്പ് നാം ഉറപ്പ് പ്രാപിക്കണം. ദൈവമക്കളെ, നാം ഓരോരുത്തരും നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല. ഏത് സമയത്ത് വേണമെങ്കിലും മരണം കടന്നു വരാം. ആ മരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ്, നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും നിത്യജീവൻ്റെ ഉറപ്പ് പ്രാപിക്കണം, അവകാശം പ്രാപിക്കണം. നാം ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. അതിനുവേണ്ടി നാം വേറെ ഒന്നും ചെയ്യണ്ട. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നാം ആരും നശിച്ചു പോകാതിരിക്കുവാൻ ക്രിസ്തു ഇതാ നമുക്ക് വേണ്ടി മരിച്ചു, കുരിശിന്മേൽ മരിച്ചു. ആ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം കണ്ടുപിടിച്ച് ദൈവസന്നെ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളെ നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 40-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയും, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, അവൻ എന്നെ
ഇതാ ഒരു പാറയിൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ നാവിൽ പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കയറ്റിയിട്ട് ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മെ നിർത്തുമ്പോൾ നമ്മുടെ നാവിൽ ഹല്ലേലൂയ ഉതിർന്നു വരുന്ന, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന പാട്ടാണ് ഹല്ലേലൂയ സ്തുതി എന്ന് പറയുന്നത്. ആ സ്തുതി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ സ്തുതിയുടെ സന്തോഷം നാം അനുഭവിക്കുന്നുണ്ടോ? ആ സ്തുതി നമ്മുടെ നാവിൽ നിന്ന് ഒഴുകി ഒഴുകി വരുന്നുണ്ടോ? ഇവിടെ ഈ ഹിസ്കിയാ രാജാവിൻ്റെ ജീവിതത്തിൽ ഇതാ സ്തുതി. ഹല്ലേലൂയ. അവൻ നന്ദിയോടെ ദൈവത്തെ പാടി വാഴ്ത്തി സ്തുതിക്കുകയാണ്. ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. എന്താണ് എൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. 38-ാമത്തെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. ഞാൻ എൻ്റെ ഗീതങ്ങളെ പാടും ജീവപര്യന്തം. ഇപ്പോഴല്ല, തൽക്കാലത്തേക്ക് മാത്രമല്ല, എനിക്ക് ആയുസ് തരുന്നിടത്തോളം കാലം, എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നത് വരെയും എൻ്റെ ജീവപര്യന്തം ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും, ആരാധിക്കും. ആരാധനയാണ് ദൈവമക്കളെ ഏതൊരു ദൈവപൈതലിൻ്റെയും ജീവിതത്തിൽ. ഹല്ലേലൂയ. അവൻ ചെയ്തതെന്താണെന്ന് തിരിച്ചറിയുമ്പോൾ, എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിയുമ്പോൾ, ആ നന്ദി വരുമ്പോൾ നിത്യ നരകാവകാശിയായ എന്നെ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എനിക്ക് ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച് അവിടുത്തെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇതാ ഹല്ലേലൂയ നിറഞ്ഞു വരുമ്പോൾ നന്ദിയോടെ നാം ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. കഷ്ടത വന്നാലും, കണ്ണുനീര് വന്നാലും, വേർപാട് വന്നാലും, പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇതാ ഒരു ദൈവപൈതൽ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങും. അവൻ്റെ നാവിൽ ഹല്ലേലൂയ സ്തുതി ഇതാ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവത്തെ പാടി സ്തുതിക്കുക. ഈ അനുഭവം നിങ്ങൾക്ക് വേണമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഈ അനുഭവം നമുക്ക് വേണമോ? ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ പാടി വാഴ്ത്താം. കർത്താവേ, ഹല്ലേലൂയ. ഇനിയുള്ള കാലം കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കും, ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്നെ വാഴ്ത്തും. കർത്താവേ, ഇനി എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. ഈ ഭൂമിയിൽ കർത്താവേ നിന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. നിന്നെ ആരാധിച്ച് ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കണം കർത്താവേ. വേറെ ഒരാഗ്രഹവുമില്ല. ആര് അതിനുവേണ്ടി ദാഹിക്കുന്നുണ്ട്? അങ്ങനെ ദാഹിക്കുന്നവർ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു വരാം. ആ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് മുട്ടുമടക്കാം. ഹല്ലേലൂയ. ആ ക്രൂശിതനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ധ്യാനിക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, നീ രോഗം ശീലിച്ചവനായി, നീ ഞങ്ങളുടെ രോഗത്തെ ചുമന്നവനായി, ഹല്ലേലൂയ, നീ കുരിശിൽ കിടന്നല്ലോ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ കർത്താവേ ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നീ കുരിശിന്മേൽ കയറിയല്ലോ. നിൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം തന്നല്ലോ കർത്താവേ. അത് വിശ്വസിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ കർത്താവേ, ഹല്ലേലൂയ, നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നെ ആരാധിച്ചുകൊണ്ട് ജീവപര്യന്തം കർത്താവേ നിന്റെ വേല ഞങ്ങൾ ചെയ്തു കൊള്ളാം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, കയ്പിലൂടെ കടന്നു പോയാലും, പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും,
പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും എല്ലാവരാലും ഒറ്റപ്പെട്ടാലും കർത്താവേ, ഞങ്ങൾക്ക് നോക്കാൻ യേശു മാത്രം. ഹല്ലേലൂയ. കുരിശിൽ പിടഞ്ഞു മരിച്ച ക്രിസ്തുവിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവപര്യന്തം നിന്നെ സ്തുതിച്ച് ആരാധിച്ച് അക്കരെ നാട്ടിൽ ചെല്ലുവാൻ ഞങ്ങൾക്ക് കർത്താവേ ജീവിതത്തിൽ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.